സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് എയിം സ്റ്റഡി സെന്ററിന്. LPSA, UPSA ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതെ, LPയുടെ റാങ്ക് ലിസ്റ്റ് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്, നമുക്കറിയാം അല്ലെ. ജൂൺ 1 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് വന്ന UPSA ലിസ്റ്റിലും എയിം സ്റ്റഡി സെന്ററിൽ നിന്നും ധാരാളം പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെ, ആ ഒരു വലിയൊരു വിജയത്തിന്റെ കഥ നിങ്ങളിലേക്ക് പറയാൻ തന്നെയാണ്. അതായത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ കുറച്ച് കുട്ടികളുടെ മാത്രം ഇൻഫർമേഷൻസ് ആണ്. ഇനിയും നിരവധി കുട്ടികളുടെ ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. എയിം സ്റ്റഡി സെന്ററിന് അഭിമാനപൂർവ്വം തന്നെ പറയാൻ പറ്റും, നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ 4ാം റാങ്കുകാരിയായിട്ടുള്ള അനില ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ, നമുക്കിങ്ങനെ റാങ്കുകാരെ പരിചയപ്പെടുത്തുക, നമ്മളുടെ സെന്ററിൽ നിന്നും വിജയം നേടിയിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച് നിങ്ങൾക്ക് വളരെ ഒരു പ്രചോദനം നൽകുക എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അനില ടീച്ചറോട് തന്നെ ചോദിക്കാം അല്ലെ, ടീച്ചറുടെ എന്താ മാനസികാവസ്ഥ അപ്പോഴെന്നുള്ളത്? മാനസികാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ അന്ന് പഠിക്കുകയായിരുന്നു, ഇന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു LP UP എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ സന്തോഷം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന ആ പാതയിലേക്ക് നമ്മുടെ കുട്ടികളെ കൂടെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന LP UP എക്സാമിലേക്ക് എല്ലാവരും ഈ ഒരു പൊസിഷൻ എന്നുള്ളതല്ല, അടുത്ത LP UP എക്സാമിൽ നിങ്ങളുടെ പേര് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് അതാണ്. നിങ്ങളും ആ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആകട്ടെ അനില ടീച്ചറുടെ സ്ഥാനത്ത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ UPSAയിൽ പറഞ്ഞു വളരെ കുറച്ച് പേരുടെ റിസൾട്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പൊ അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. 250-ൽ പരം കുട്ടികളാണ് LP UP ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത്. അതിൽ LPയിൽ നമ്മൾ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു 100-ൽ താഴെ റാങ്കുള്ള 30-ലധികം കുട്ടികളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്നുള്ളത്. അല്ലാതെയും ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് നമ്മളുടെ ഉണ്ട്. ഇനി നമുക്ക് ഇന്നലെ വന്നിട്ടുള്ള റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള UPSAയുടെ റാങ്ക് ലിസ്റ്റിലുള്ള വിജയികളെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോ തിരുവനന്തപുരം ജില്ലയിൽ നമ്മളുടെ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്ന് ആ തിരുവനന്തപുരം ജില്ലയിൽ 94ാം റാങ്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീഷ്മയ്ക്കാണ്. വളരെയധികം സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ് ഗ്രീഷ്മ. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇതിന്റെ ഒരു ഭാഗമായിട്ട്, എയിം സ്റ്റഡി സെന്ററിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കും അവരുടെ ആ വിജയത്തിൽ നമുക്കും സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. അടുത്തത് നമുക്ക് കൊല്ലം ജില്ലയിൽ നിന്നും എയിം സ്റ്റഡി സെന്ററിന്റെ പഠന മികവിന് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് അവതരിപ്പിക്കുന്നത് ജ്യോതിലക്ഷ്മിയാണ്. ജ്യോതിലക്ഷ്മി കൊല്ലം ജില്ലയില് 138ാം റാങ്കുകാരിയായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇവരുടെ നേട്ടങ്ങളെ ഒക്കെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല അല്ലെ. അവരെത്രമാത്രം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, പരിശ്രമിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. എല്ലാത്തിനും പരിശ്രമം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ ഒരു പേര് വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് അല്ലെ. നമ്മുടെ പേര് അവിടെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അത്. അതുപോലെ തന്നെ അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ 81ാം റാങ്കുകാരി ആതിര എയിം സ്റ്റഡി സെന്ററിൽ നിന്നുള്ള സ്റ്റുഡന്റ് ആണ് എന്ന് പറയുന്നതിൽ അത് വളരെയധികം സന്തോഷത്തോടു കൂടി ആതിരയ്ക്ക് അഭിനന്ദനങ്ങൾ. അതെ അതെ. അതുപോലെ തന്നെ ആലപ്പുഴ അല്ലെ, ആലപ്പുഴയുടെ നാട്ടിൽ നിന്നും ചിഞ്ചു രാധാകൃഷ്ണൻ 70ാം റാങ്കുകാരിയാണ്. ചിഞ്ചുവിന് എയിം സ്റ്റഡി സെന്ററിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും വക വലിയൊരു അഭിനന്ദനം. അതെ. അടുത്തത് എറണാകുളത്ത് നിന്ന് 2 റാങ്ക് ഹോൾഡേഴ്സിന്റെ നെയിമാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ളതിൽ 2 പേരാണ്. ഒന്ന് സിന്ധു 101ാം റാങ്ക്, അതുപോലെ തന്നെ ചിന്തുരാജ് 135ാം റാങ്ക്. എറണാകുളം ജില്ലയൊക്കെ വളരെയധികം ഇങ്ങനെ എന്താ പറയാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോ ട്രെയിൻ പോലെ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കോമ്പറ്റീഷൻ കൂടുതലുള്ള LP UPയില് ഇതേപോലെ ഇതിനേക്കാളും കുതിച്ചു ചാടി ഒരുപാട് റാങ്കുകൾ കിട്ടട്ടെ. എറണാകുളം ജില്ലയിൽ നിന്ന് ഉണ്ടാവാനും എയിം സ്റ്റഡി സെന്ററിന്റെ ഭാഗമാകാൻ
നേടാനും അവർക്കൊക്കെ സാധിക്കട്ടെ. നമ്മൾ വരാനിരിക്കുന്ന LP-UPക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് പ്രീമിയം കോഴ്സസ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ഓൾറെഡി ഉള്ളതാണ്. പ്രീമിയം കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പൊ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞതാണ് അല്ലെ, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ എന്ന് പറയും, തൃശ്ശൂർ പൂരം. അപ്പോ വളരെ പേരും പെരുമയും ഒക്കെ ഉള്ള ഒരു നാടാണ് തൃശ്ശൂർ, നമ്മളുടെ സാംസ്കാരിക നഗരമാണ്. അവിടെ നിന്നും വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തി നമ്മുടെ അനില ടീച്ചർ, 4ാം റാങ്കുകാരിയായിട്ടുള്ള നമ്മളുടെ അനില ടീച്ചർ. അതുപോലെ തന്നെ ശ്രീമതി 284ാം റാങ്ക് ശ്രീമതിക്കാണ് തൃശ്ശൂരുള്ളത്. കൺഗ്രാറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ 3 പേരെയാണ് നമുക്ക് ഇവിടെ റിസൾട്ട് അവരുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഒന്ന് സബ്ന 19ാം റാങ്കുകാരിയാണ്, 41ാം റാങ്കും, തസ്നീം 303ഉം. LPSയുടെ റിസൾട്ട് പറഞ്ഞപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലായിരുന്നു കൂടുതൽ. അപ്പൊ സന്തോഷം, എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്താൻ കഴിയണം, കൂടുതൽ ആളുകളെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമാണ് ഇത്. ഇനി ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. ഇന്നലെ വന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നലെ വന്നപ്പോ നമുക്ക് കിട്ടിയ ആളുകൾ, നമ്മളെ ഇൻഫോം ചെയ്തിട്ടുള്ള ആളുകള് കാര്യങ്ങളൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഒരു വീഡിയോ കൂടി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതെ, വളരെയധികം സന്തോഷം. അടുത്തത് കണ്ണൂര് സൗമ്യ 184ാം റാങ്ക് കേട്ടോ. സൗമ്യക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും ഈ ഒരു നിമിഷത്തില് നിങ്ങളുടെയൊക്കെ പേര് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത് തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മളുടെ കാസർഗോഡ് നിന്നും ശ്രുതി 181ാം റാങ്ക്, രഞ്ജിനി 273. വളരെ തലയെടുപ്പുള്ള റാങ്കുകളാണ് അല്ലെ. കാസർഗോഡ് ജില്ലയെ പോലെ തന്നെ വളരെ ഒരറ്റത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെയുള്ള ആളുകളൊന്നും ഒതുങ്ങിപ്പോവാതെ നമ്മളുടെ എന്താണ് സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ എന്താണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസും എയിം സ്റ്റഡി സെന്ററിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, അങ്ങനെ നിരവധി എക്സാമുകൾ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ഏത് സംശയങ്ങളും തീർക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോഴ്സ് ആയിരിക്കും എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുക. ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് അകത്തുള്ള ആളുകളും കേരളത്തിന് പുറത്തും വിദേശത്തുള്ള ആളുകൾ പോലും നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് വന്ന് പഠിക്കാൻ പറ്റാത്ത, അതായത് കുറെ ആളുകളൊക്കെ ഇല്ലേ ലീവ് എടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് പരീക്ഷയ്ക്കൊക്കെ തരാം. അവര് നമ്മളെയൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്, പറയാറുണ്ട് ഞങ്ങളൊക്കെ ലീവ് എടുത്തിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ, കേട്ടറ്റിനും ഇതുപോലെ തന്നെയാണ് കേട്ടോ. LP-UP എന്ന് പറയുന്നതിന്റെ ഒരു ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കേട്ടറ്റ് പാസ്സാവുക എന്നുള്ളതാണ്. കേട്ടറ്റിനും ഈ കഴിഞ്ഞിട്ടുള്ള കേട്ടറ്റ് എക്സാമിൽ 450-ൽ പരം കുട്ടികളാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്ന് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. 1, 2, 3 അങ്ങനെയൊന്നുമില്ല, എല്ലാ കാറ്റഗറിയിലും ഒരുപാട് വിജയികളെ സാധിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ കേട്ടറ്റിന് വരാനിരിക്കുന്ന കേട്ടറ്റ് ഇനി അടുത്ത് തന്നെ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളും മെറ്റീരിയൽസും ഒക്കെ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ കേട്ടറ്റിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് എയിം സ്റ്റഡി സെന്ററിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാം. ചരിത്ര വിഷയം. ഇത് നമ്മൾ വെറുതെ പറയുന്ന ഒരു പരസ്യ വാക്കല്ല അല്ലെ. നമുക്ക് ഇങ്ങനെ ആളുകളെയൊക്കെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അതൊരു പരസ്യത്തിലേക്ക് എന്തായാലും ഒതുങ്ങണില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു പരസ്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നതല്ല. നിങ്ങൾ റിസൾട്ട് കാണൂ,
കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൽ എന്താണ് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ സംതൃപ്തരാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതെ, വളരെയധികം സന്തോഷം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തിൽ തന്നെ ചരിത്ര വിജയം എന്നുള്ളത് ഈ ഒരു ബോർഡിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കാരണം കഴിഞ്ഞ കേട്ടറ്റ് അടുത്ത് നടന്നിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള എക്സാം ഉൾപ്പെടെ ലാസ്റ്റ് 3 കേട്ടറ്റിന്റെ എക്സാം എടുക്കുകയാണെങ്കിലും കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ചിട്ടുള്ളത് എയിം സ്റ്റഡീസ് ഇത്രത്തോളം അവകാശപ്പെടാനുണ്ടാവോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എങ്കിലും ഈ ഒരു അവകാശവാദമൊന്നും അല്ല, അതിനപ്പുറത്തേക്ക് മനം നിറഞ്ഞിട്ടുള്ള സന്തോഷമാണ് നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാനുള്ളത്. ഈ LPയുടെയും UPയുടെയും റാങ്ക് ലിസ്റ്റ്, അതായത് LP നേരത്തെ വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ UPയുടെയും ഇപ്പോഴാണ് പബ്ലിഷ് ചെയ്തത്. ഈ 2 റാങ്ക് ലിസ്റ്റുകളിലും നമ്മൾക്കുള്ളത് ഒരുപാട് സന്തോഷമാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. വെറുതെ പറയല്ല, ഇത്രയും ആളുകളെയൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു അധ്യാപക ജോലിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിന്റെ ഒരു സംതൃപ്തിയാണ് ഞങ്ങൾ എന്താ പറയാ ഓരോ വീഡിയോയിലൂടെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് തന്നെ, വളരെയധികം സന്തോഷം. വിജയികൾക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഇനിയും അല്ലെ അവരുടെ കരിയർ എന്ന് പറയുന്നത് ഇതോടുകൂടെ അവസാനിക്കുന്നില്ല. ഇനിയും നേട്ടങ്ങളൊക്കെ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിജയികളും ഇനിയും 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 എന്താണ് ഉയരത്തിലെത്തട്ടെ. വിജയിക്കാത്തവര് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വിജയിക്കാത്തവരുടേത് കൂടെയാണ് ഈ ലോകം. ഇനിയും നമ്മൾക്ക് എന്തുണ്ട്, അവസരങ്ങളുണ്ട്. അപ്പൊ കിട്ടുന്ന അവസരം നമ്മൾ ശരിക്കും എന്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. വരാനിരിക്കുന്നത് ഇനി ഈ ഒരു മാർച്ചിന് മുമ്പായിട്ട് എന്തായാലും ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ LP UPക്കായിട്ട് എന്തായാലും ഉണ്ടാവും. അതിന് മുമ്പ് ഒരു കേട്ടറ്റ് എക്സാം കൂടെ വരും എന്തായാലും. അപ്പോൾ ഈ 2 എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയൊരു എക്സാമിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പഠനവും ജീവിതവും ഒന്നും മാറ്റി വെക്കരുത്. ഈ ഒരു എക്സാമിൽ തന്നെ വരാനിരിക്കുന്ന ആ ഒരു LP UPയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവരും UPയുടെ മുൻപിൽ വരാൻ സാധ്യതയുള്ള ഇനി LPUPക്കും വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു.